ഹലോ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത്. എ പെയർ ഓഫ് കിഡ്നീസ്, എ പെയർ ഓഫ് യൂറിറ്റേഴ്സ്, എ യൂറിനറി ബ്ലാഡർ ആൻഡ് യൂറിത്ര. ഇത്രയും കാര്യങ്ങളാണ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത് അല്ലേ. അപ്പൊ 2 കിഡ്നീസ് ഉണ്ട് നമുക്ക്, പെയർ ഓഫ് കിഡ്നീസ്, 2 കിഡ്നീസ്. ഓരോ കിഡ്നിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ട്യൂബ് ലൈക്ക് പോർഷൻ ഫോർ ക്യാരിങ് യൂറിൻ ഫ്രം കിഡ്നി ടു യൂറിനറി ബ്ലാഡ് അല്ലെ. ഈ ട്യൂബിനെ നമ്മൾ യൂറിറ്റർ എന്ന് വിളിക്കും. അങ്ങനെ 2 യൂറിറ്റേഴ്സ് ഉണ്ട് നമുക്ക്. ഈ യൂറിറ്റർ എന്നെത്തുന്നത് യൂറിനറി ബ്ലാഡറിലാണ്. ഇവിടാണ് എന്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ദാറ്റ് യൂറിൻ വിൽ ബി എക്സ്ട്രേറ്റഡ് ഔട്ട് ത്രൂ യൂറിത്ര. ഇത്രയും കാര്യങ്ങളാണ് എക്സ്ട്രേറ്ററി സിസ്റ്റത്തിനകത്ത് വരുന്നത്. ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ്. ഈ കിഡ്നിയെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ കിഡ്നിയുടെ കളർ റെഡിഷ് ബ്രൗൺ കളർ ആണുള്ളത്. ബീൻ ഷേപ്ഡ് സ്ട്രക്ചേഴ്സ് ആണ്. സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ലെവൽസ് ഓഫ് ലാസ്റ്റ് thoracic ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്ര. വെർട്ടിബ്ര നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. സെർവിക്കൽ വെർട്ടിബ്രെ, തൊറാസിക് വെർട്ടിബ്രെ, ലംബാർ വെർട്ടിബ്രെ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ലാസ്റ്റ് സ്കെലറ്റൽ സിസ്റ്റത്തിൽ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ലാസ്റ്റ് തൊറാസിക് ആൻഡ് തേർഡ് ലംബാർ വെർട്ടിബ്രയുടെ ലെവലിലാണ് കിഡ്നി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ക്ലോസ് ടു ദ ഡോഴ്സൽ ഇന്നർ വോൾ ഓഫ് ദി അബ്ഡോമിനൽ ക്യാവിറ്റി. ഡെഫിനറ്റ്ലി അബ്ഡോമിനൽ ക്യാവിറ്റിക്കകത്താണ് കിഡ്നി ഉള്ളത്. ആൻഡ് ഡോഴ്സൽ ആയിട്ടാണ് ഇത് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഡോഴ്സൽ സൈഡ്, വെൻട്രൽ സൈഡ് എന്ന് പറയുമ്പോൾ അറിയാലോ. അപ്പം നമ്മുടെയൊക്കെ കേസിൽ വെൻട്രൽ സൈഡ് നമ്മൾ ഈ ഫ്രണ്ട് സൈഡ് ആണ്, ബാക്ക് സൈഡ് ആണ് ഡോഴ്സൽ ഉദ്ദേശിക്കുന്നത്. ആൻഡ് കിഡ്നിയുടെ ലൊക്കേഷൻ നമ്മൾ റിട്രോ പെരിറ്റോണിയൽ എന്നാണ് പറയുന്നത്. നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ശ്രദ്ധിച്ചു കേൾക്കുക. റിട്രോ പെരിറ്റോണിയൽ. റിട്രോ പെരിറ്റോണിയൽ എന്ന് പറഞ്ഞാൽ പെരിറ്റോണി എന്താണ്? നമ്മുടെ ആബ്ഡോമിനൽ ക്യാവിറ്റിനെ ലൈൻ ചെയ്യുന്ന ടിഷ്യൂ ആണ് പെരിറ്റോണിയം. സീലം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കുന്നുണ്ട്. സോ ആബ്ഡോമിനെ ലൈൻ ചെയ്യുന്ന ടിഷ്യൂ ആണ് പെരിറ്റോണിയം. ഈ പെരിറ്റോണിയം നമ്മുടെ ആബ്ഡോമനിൽ ഇരിക്കുന്ന ഓർഗൻസിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കുക. ആബ്ഡോമനിലെ ഓർഗൻസിനെ എൻക്ലോസ് ചെയ്ത് കവർ ചെയ്തിട്ടാണ് പെരിറ്റോണിയം ഇരിക്കുന്നത്. ഓക്കെ, പെരിറ്റോണിയം എന്തിനാണ് കവർ ചെയ്യുന്നത്? ആബ്ഡോമിനൽ ഓർഗൻസിനെ, ആബ്ഡോമനിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള ഓർഗൻസിനെ. അതായത് നമ്മുടെ കിഡ്നി ഇതിനും ബാക്ക് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പെരിറ്റോണിയത്തിനും ബിഹൈൻഡ് ആയിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിട്രോ പെരിറ്റോണിയൽ എന്ന് പറയുന്നത്. ഇപ്പൊ അത്ര അറിഞ്ഞാൽ മതി. MBBS പോയി കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചോളും. ഇനി കിഡ്നിയുടെ ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ്, വെയിറ്റ്, ഇത്രയും കാര്യങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ലെങ്ത് എത്രയാണ്? 10 to 12 സെന്റിമീറ്റർ. വിഡ്ത്ത് 5 to 7 സെന്റിമീറ്റർ. തിക്നെസ് 2 to 3 സെന്റിമീറ്റർ. ആവറേജ് വെയിറ്റ് ഓരോ കിഡ്നിയുടെ 120 to 170 ഗ്രാം. ഓക്കെ, ഇനി നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് കിഡ്നിക്കകത്ത് കിഡ്നിയുടെ സ്ട്രക്ചർ പഠിക്കാൻ പോകുന്നത് നോക്കാം. കോർട്ടെക്സ്, മെഡുല, ഹൈലം, റീനൽ പെൽവിസ്, കാലിസസ്, മെഡുലറി പിരമിഡ്സ്, കോളംസ് ഓഫ് ബെർട്ടിനി. ഇത്രയും കാര്യങ്ങൾ ജനറൽ ആയിട്ട് പഠിക്കുന്നത് ഇനിയും ഉണ്ട് കേട്ടോ. ഇനി ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഹൈലം എന്താണെന്ന്. ഹൈലം എന്താണ്? ഹൈലം നമ്മൾ കിഡ്നി വരയ്ക്കുമ്പോൾ ഒരു ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആയിട്ടാണ് വരയ്ക്കുക അല്ലെ. അപ്പൊ ബീൻ ഷേപ്ഡ് സ്ട്രക്ചർ ആകുമ്പോൾ അതിനൊരു കോൺകേവ് സർഫസ് ഉണ്ടായിരിക്കും, ഒരു കോൺകേവ് സൈഡ് ഉണ്ട് അല്ലെ. ഇതാണ് ആ കോൺകേവ് സൈഡ്. ഇവിടെ ഒരു ഡിപ്രഷൻ ഉണ്ട്. അതിലേക്കാണ് നമ്മുടെ ബ്ലഡ് വെസൽസും അതുപോലെ യൂറിറ്ററും നെർവ്സും ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ഈ എൻട്രി പോർഷൻ ഇതിനാണ് നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നത്. സോ ദിസ് ഇസ് ഹൈലം. എന്താണ് ഹൈലം എന്ന് പറഞ്ഞാൽ? ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ ഇന്നർ കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി. ഇതാണ് ഇന്നർ കോൺകേവ് സർഫസ് അല്ലെ. അവിടെ ഒരു നോച്ച് ഉണ്ട്, ഒരു ഡിപ്രഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ ഹൈലം എന്ന് വിളിക്കുന്നത്. ത്രൂ വിച്ച് യൂറിറ്റർ, ബ്ലഡ് വെസൽസ് ആൻഡ് നെർവ്സ് എൻ്റർ. മനസ്സിലായോ? ഇനി ഇതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ, കിഡ്നിക്ക് അകത്തെ കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കിഡ്നിയുടെ ഒരു ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുക്കണം, TS എടുക്കണം. മുകളിൽ നിന്ന് താഴേക്ക് കിഡ്നിനെ കട്ട് ചെയ്യണം അല്ലെ. കട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അങ്ങനെ ഒരു TS എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിഡ്നിനെ 2 സോൺസ് ആയിട്ട് കാണാം, 2 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. ഔട്ടർ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. അപ്പൊ ഞാനത് ലേബൽ ചെയ്യാം. ഇതാണ് കോർട്ടെക്സ് റീജിയൻ, ഇത് മെഡുല റീജിയൻ. നമുക്ക് ലേബൽ ചെയ്യാം. അത് വേണോ യെല്ലോ വേണോ? വൈറ്റ്. അപ്പോൾ ഇതാണ് ഈ റീജിയൻ ആണ് കോർട്ടെക്സ്. ഇത് കോർട്ടെക്സ്. ഇത് ഈ റീജിയൻ ആണ് മെഡുല. ഈ പോർഷൻസ് ഇത് മൊത്തം എന്താണ്? മെഡുല. മെഡുല. ഇനി ഈ ഹൈലത്തിനും ഇന്നർ ആയിട്ട്, ഇന്നർ മോസ്റ്റ് ടു ദ ഹൈലം വി ക്യാൻ സി ഫണൽ ഷേപ്ഡ് സ്ട്രക്ചർ. അതിനെ നമ്മൾ റീനൽ പെൽവിസ് എന്ന് വിളിക്കും. ഈ കാണുന്ന യെല്ലോ കളറിൽ ഫണൽ ലൈക്ക് സ്പേസ് ആണ് റീനൽ പെൽവിസ് എന്ന് പറയുന്നത്. സോ ദിസ് ഇസ്, ഇങ്ങനെ ലേബൽ ചെയ്യാം, റീനൽ പെൽവിസ്. റീനൽ പെൽവിസ്. ഓക്കെ, ഈ ഫണൽ ലൈക്ക് സ്പേസ് ആണ് റീനൽ പെൽവിസ്.
അതിന് കുറെ ഡിപ്രഷൻസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊരു ഡിപ്രഷൻ ആണല്ലേ, പോയിന്റ് എടുത്ത് ഇത് റീനൽ പെൽവിസിന്റെ ഡിപ്രഷൻസ് ആണ്. അതായത് ഒരു ഫണല് നമ്മൾ വരയ്ക്കുമ്പോൾ ഫണൽ ലൈക്ക് സ്ട്രക്ചർ നമ്മൾ ഇങ്ങനെ വരയ്ക്കുകയാണ്. അപ്പൊ അവിടെ കുറെ ഇങ്ങനെ ഡിപ്രഷൻ, ഇതാണ് ഡിപ്രഷൻ ഉദ്ദേശിക്കുക അല്ലെ, ഇത് ഫണൽ, അതിന്റെ ഡിപ്രഷൻസ്. ഇതിനെ നമ്മൾ കാലിസസ് എന്നാണ് വിളിക്കുന്നത്. കാലിസസ് ഇത് പ്ലൂറൽ ടേം, സിംഗുലർ ആകുമ്പോൾ അതിനെ നമ്മൾ കാലിക്സ് എന്ന് വിളിക്കും. കാലിക്സ് സിംഗുലർ, ഒറ്റ ഒരെണ്ണം ആണെങ്കിൽ അത് കാലിക്സ്, കുറെ എണ്ണം വരുന്നത് കൊണ്ട് കാലിസസ്. ഓക്കെ, അപ്പൊ ഈ റീനൽ പെൽവിസിന് രണ്ട് ടൈപ്പ് ഓഫ് കാലിസസ് ഉണ്ട്. കാലിസസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് മേജർ കാലിക്സ് എന്ന് പറയും. മേജർ ഇവിടെ ഇത് മേജർ കാലിക്സ് ആണ്. മേജർ കാലിസസ് എന്ന് എഴുതാം കേട്ടോ, കുറെ എണ്ണം ഉണ്ടല്ലോ. അതുപോലെ ഒരെണ്ണം ഞാൻ ലേബൽ ചെയ്യുകയാണ്, മേജർ കാലിക്സ്. ഇത് മേജർ കാലിക്സ്, ഇത് മേജർ കാലിക്സ്, ഇത് മേജർ കാലിക്സ് ആണല്ലേ. ഓക്കെ, ആൻഡ് ആ മേജർ കാലിക്സിന്റെ അറ്റത്ത് ചെറിയ ചെറിയ ഡിപ്രഷൻസ്, ഇതൊക്കെ എന്താണ്, മൈനർ ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് മൈനർ കാലിക്സ് എന്ന് ലേബൽ ചെയ്യാം. മൈനർ കാലിക്സ്. സോ മേജർ കാലിക്സ് ആൻഡ് മൈനർ കാലിക്സ്, മനസ്സിലായോ ഡിഫറൻസ്? ഈ ടിപ്പ് റീജിയനിലുള്ള പ്രൊജക്ഷൻസ് ആണ് എന്ത്, മൈനർ കാലിക്സ്. അത് ഈ പെൽവിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വൈഡർ ആയിട്ടുള്ള പ്രൊജക്ഷൻസ് ആണ് മേജർ കാലിക്സ്. അതിന്റെ മറ്റത്തുള്ള ചെറിയ ചെറിയ പ്രൊജക്ഷൻസ് ആണ് എന്ത്, മൈനർ കാലിക്സ്. മനസ്സിലായോ? അപ്പൊ പെൽവിസ് ഹാസ് പ്രൊജക്ഷൻസ് ഇൻ ടു ദ മെഡുല. പെൽവിസിന് മെഡുലയിലേക്ക് തള്ളി നിൽക്കുന്ന പ്രൊജക്ഷൻസ് ഉണ്ട്. അതിനെ നമ്മൾ ജനറലി കാലിക്സസ് എന്ന് വിളിക്കും. കാലിസസ് സിംഗുലർ ആകുമ്പോൾ കാലിക്സ്. അത് തന്നെ മേജർ കാലിക്സും ഉണ്ട്, മൈനർ കാലിക്സും ഉണ്ട്. ഇനി മെഡുലയിലേക്ക് വരുമ്പോൾ മെഡുലയില് പിരമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ മെഡുലറി പിരമിഡ്സ് എന്ന് വിളിക്കും. മെഡുലറി പിരമിഡ്സ് ഓർ റീനൽ പിരമിഡ്സ്. ഇത് മെഡുലറി പിരമിഡ്സ് ആണ്. ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സിനെ നമ്മൾ മെഡുലറി പിരമിഡ്സ് എന്ന് വിളിക്കും. ഇത് എവിടെയാണ് കാണുന്നത്, മെഡുലയിൽ. സോ മെഡുല ഫോംസ് പിരമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നോൺ ആസ് മെഡുലറി പിരമിഡ്സ്. ഓക്കെ, മെഡുലറി പിരമിഡ്സ് ഉണ്ടല്ലോ, മെഡുലറി പിരമിഡ്സ്. ഈ മെഡുലറി പിരമിഡ്സ് എങ്ങോട്ടാണ് പ്രൊട്രൂഡ് ചെയ്ത് നിൽക്കുന്നത്, എങ്ങോട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത്? ഇത് കണ്ടോ, എങ്ങോട്ടാണ്, മൈനർ കാലിസസിലോട്ടാണ്. മൈനർ കാലിസസിലോട്ടാണ് മെഡുലറി പിരമിഡ്സ് കണക്റ്റഡ് ആയിട്ടുള്ളത്. മനസ്സിലായോ? ഇനി പറയാൻ പോകുന്നത് കോളംസ് ഓഫ് ബെർട്ടിനെയാണ്. അതായത് ഈ കോർട്ടെക്സിലെ, ഇതാണ് കോർട്ടെക്സ് റീജിയൻ. ഇത് മെഡുലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഈ മെഡുലറി പിരമിഡ്സിന്റെ ഇടയ്ക്കൂടെ, അകത്തൂടെ കടന്ന് മെഡുലയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നു. അതിനെ നമ്മൾ കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് വിളിക്കും. കോളംസ് ഓഫ് ബെർട്ടിനി. കോളം ഓഫ് ബെർട്ടിനി അത് ഒരെണ്ണം, അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടല്ലേ, അതുകൊണ്ടാണ് കോളംസ് ഓഫ് ബെർട്ടിനി എഴുതിയിരിക്കുന്നത് കേട്ടോ. കോളംസ് ഓഫ് ബെർട്ടിനി ഓർ റീനൽ കോളംസ് എന്നും വിളിക്കാം. റീനൽ കോളംസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ, കോർട്ടെക്സ്, മെഡുല, റീനൽ പെൽവിസ്, അതിന്റെ പ്രൊജക്ഷൻസ്, കാലിസസ്, മേജർ കാലിക്സ്, മൈനർ കാലിക്സ്, പിന്നെ മെഡുലറി പിരമിഡ്സ് അല്ലെങ്കിൽ റീനൽ പിരമിഡ്സ്, ദെൻ കോളംസ് ഓഫ് ബെർട്ടിനി ഓർ റീനൽ കോളംസ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 2 കിഡ്നീസ്, ഒരു കിഡ്നിയുടെ TS എടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി കിഡ്നിയിൽ നിന്നും പോകുന്ന ആ ഒരു ട്യൂബ് ഇതാണല്ലേ, അതെന്താണ്, യൂറീറ്റർ ആണ്. അപ്പൊ അത് എൻറ്റർ ചെയ്യുന്ന റീജിയൻ, കിഡ്നിയിൽ എൻറ്റർ ചെയ്യുന്ന റീജിയൻ ആ കോൺകേവ് റീജിയൻ ആണ് അല്ലെ. ഈ കോൺകേവ് റീജിയനിലോട്ടാണ് ഇത് എൻറ്റർ ചെയ്യുന്നത്. ആ ഒരു പോർഷനാണ് നമ്മൾ ഹൈലം എന്ന് പഠിച്ചത്. ആൻഡ് അങ്ങോട്ട് ആരൊക്കെ പിന്നെ എൻറ്റർ ചെയ്യുന്നുണ്ട്, നെർവ്സ് എൻറ്റർ ചെയ്യുന്നുണ്ട്, ബ്ലഡ് വെസൽസ് എൻറ്റർ ചെയ്യുന്നുണ്ട്. സോ കിഡ്നിയിലേക്ക് വരുന്ന ആർട്ടറിനെ നമ്മൾ പറയുന്ന പേരാണ് റീനൽ ആർട്ടറി. ഇവിടെ ലേബൽ ചെയ്തിട്ടുണ്ട്. കിഡ്നിയിലേക്ക് വരുന്ന ആർട്ടറി, കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന ആർട്ടറിയാണ് റീനൽ ആർട്ടറി. അത് അയോട്ടയുടെ ഒരു ബ്രാഞ്ച് ആണ്. ഡോസൽ അയോട്ട നമ്മുടെ ലേബൽ ചെയ്തിട്ടുണ്ട്. അയോട്ട നമുക്കറിയാം, അയോട്ട ഓക്സിജനേറ്റഡ് ബ്ലഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലാർജ് ആർട്ടറി ആണ് അല്ലെ. സോ അയോട്ടയുടെ ഒരു ബ്രാഞ്ച് ആണ് റീനൽ ആർട്ടറി. അത് കിഡ്നിയിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്നു. ഇനി കിഡ്നിയിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്നത് അത് വെയിൻസ് ആണെന്ന് നമുക്കറിയാം. ആ വെയിൻ എന്ത് വെയിൻ ആണ്, റീനൽ വെയിൻ ആണ്. ഈ ബ്ലൂ കളറിൽ കൊടുത്തേക്കുന്നത് ഈ ബ്രാഞ്ച് എന്താണ്, റീനൽ വെയിൻ ആണ്. അത് ചെന്ന് ചേരുന്നത് ഇൻഫീരിയർ വീനക്കാവ വെയിനിലോട്ടാണ്. ഇൻഫീരിയർ വീനക്കാവ, സുപ്പീരിയർ വീനക്കാവ ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ് അല്ലെ. ഇൻഫീരിയർ വീനക്കാവ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ ലോവർ പാർട്ടിൽ നിന്നും ഡിയോക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് ഹാർട്ടിലേക്ക് കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഇൻഫീരിയർ വീനക്കാവ ലേബൽ ചെയ്തിട്ടുണ്ട്. അതായത് റീനൽ വെയിൻ ചെന്ന് ജോയിൻ ചെയ്യുന്നത് ഇൻഫീരിയർ വീനക്കാവയിലോട്ടാണ്. പിന്നെന്താണ് യൂറിനറി ബ്ലാഡർ, യൂറിത്ര.
പിന്നെ കിഡ്നിയുടെ തൊട്ടു മുകളിലുള്ള ഗ്ലാൻഡ് അഡ്രിനൽ ഗ്ലാൻഡ്, ഹോർമോൺ സെക്രറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ് ആണ് അല്ലെ. പിന്നെ ഇതാ ഈ ട്രാൻസ്വേഴ്സ് സെക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റീനൽ പെൽവിസ് ലേബൽ ചെയ്തിട്ടുണ്ട്, കോർട്ടെക്സും മെഡിലെ ലേബൽ ചെയ്തിട്ടുണ്ട്. മെഡിലയിൽ മെഡിലറി പിരമിഡ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. മെഡിലറി പിരമിഡ്സ് ലേബൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. എന്താണ് മെഡിലറി പിരമിഡ്സ് ആണ് അല്ലെ. ഓക്കെ. ടുവേർഡ്സ് ദ സെന്റർ ഓഫ് ദ ഇന്റർ കോൺകേവ് സർഫസ് ഓഫ് ദ കിഡ്നി ഈസ് എ നോച്ച് കോൾഡ് ഹൈലം. ഹൈലം ഉണ്ട് അല്ലെ. ഹൈലം നമ്മൾ കണ്ടു. Through which ureter blood vessels are now centered. Inner to the hilum is a broad funnel-shaped space called the renal pelvis. ഇത് മാറ്റിച്ചു. ഇതാണ് renal pelvis അല്ലെ. Broad funnel-shaped space with projections. അതിന്റെ projectionsനെയാണ് നമ്മൾ calyces എന്ന് വിളിക്കുന്നത്. The outer layer of the kidney is a tough capsule. Inside the kidney there are two zones. Outer cortex ഉണ്ട് and inner medulla. ഇതും നമ്മൾ പറഞ്ഞു. മെഡുല ഇസ് ഡിവൈഡഡ് ഇൻടു ഫ്യൂ കോണിക്കൽ മാസസ്. മെഡുലയിൽ പിരമിഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലേ, അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? മെഡുലറി പിരമിഡ്സ്. അതും നമ്മൾ പറഞ്ഞു. പ്രൊജക്ടിങ് ഇൻടു ദ കാലിസസ്. കാലിസസിലോട്ടാണ് ഇത് പ്രൊജക്ട് ചെയ്തെടുക്കുന്നത്. ഏത് കാലിസസിലോട്ട്? മൈനർ കാലിസസിലോട്ട്. ദ കോർട്ടെക്സ് എക്സ്റ്റെൻഡ് ഇൻ ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്സ് ആസ് റീനൽ കോളംസ് കോൾഡ് കോളംസ് ഓഫ് ബെർട്ടിനി. കോളംസ് ഓഫ് ബെർട്ടിനി. അപ്പൊ അത് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതാ റീനൽ കോളം. ഇതാണ് കോളംസ് ഓഫ് ബെർട്ടിനി എന്ന് പറയുന്നത് കേട്ടോ. കോർട്ടെക്സ് എക്സ്റ്റെൻസ് അല്ലെ, എക്സ്റ്റെൻസ് ഇൻ ബിറ്റ്വീൻ ദ മെഡുലറി പിരമിഡ്സ് ലൈക്ക് ദിസ്. ഇങ്ങോട്ട് ഇങ്ങനെ വന്നേക്കുവാണ്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റീനൽ കോളംസ് ഓർ കോളംസ് ഓഫ് ബെർട്ടിനി. അപ്പോൾ കിഡ്നിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് എന്താണ്? നെഫ്രോൺസ് ആണ് അല്ലെ. നെഫ്രോൺസ് ആർ ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കിഡ്നി. ഇനി നമ്മൾ നെഫ്രോണിന്റെ സ്ട്രക്ചർ ആണ് പഠിക്കുന്നത്. ഒരു കിഡ്നിക്കകത്ത് ഏകദേശം എമൗണ്ട് ആണ് പറയുന്നത്. ഈച്ച് കിഡ്നി കണ്ടെയ്ൻസ് ആൻ എസ്റ്റിമേറ്റഡ് 1 million നെഫ്രോൺസ്. അപ്പോ നെഫ്രോണിന്റെ പാർട്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഈച്ച് നെഫ്രോൺ ഹാസ് 2 parts. 2 മെയിൻ പാർട്സ് ആണുള്ളത്. ഒന്ന് ഗ്ലോമറുലസ്, അടുത്തത് റീനൽ ട്യൂബ്യൂൾ. ഈ റീനൽ ട്യൂബ്യൂളിനകത്ത് നമ്മൾ കുറെ പാർട്സ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഗ്ലോമറുലസ് അല്ലെ ഒന്നാമത്തെ പാർട്ട്. ഇത് വിട്ടോ, റീനൽ കോർപ്പസുലർ മൽഫീജിയൻ ബോഡി നമ്മൾ എക്സ്ട്രാ പഠിക്കുന്നതാണ്. ഇത്രയും പോർഷൻസ് റീനൽ ട്യൂബ്യൂളിന്റെ ഭാഗമാണെന്ന് പറയാം. റീനൽ ട്യൂബ്യൂൾ. ഇപ്പോൾ ഗ്ലോമറുലസ് ആൻഡ് റീനൽ ട്യൂബ്യൂൾ ഇതാണ് നെഫ്രോണിന്റെ 2 മെയിൻ പാർട്സ്. റീനൽ ട്യൂബ്യൂളിന്റെ പാർട്സ് എന്തൊക്കെയാണ്? ബോമാൻസ് ക്യാപ്സ്യൂൾ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ഓർ PCT എന്ന് പറയും. PCT, then loop of Henle, then descending limb of loop of Henle, ascending limb of loop of Henle, then distal convoluted tubule or DCT, then collecting duct. ഇതൊക്കെ റീനൽ ട്യൂബ്യൂളിന്റെ ഭാഗമാണെന്ന് നമുക്ക് പറയാം. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നെഫ്രോണിന്റെ സ്ട്രക്ചർ ഒന്ന് വരയ്ക്കാം. ഗ്ലോമറുലസ് ആണ് വരയ്ക്കുന്നത്. ദിസ് ഇസ് ഫോംഡ് ബൈ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. അത് എഫറന്റ് ആർട്ടീരിയോളിൽ നിന്നാണ് വരുന്നത്. അതിൽ നിന്നൊരു ആർട്ടീരിയോൾ പുറത്തോട്ട് പോകുന്നുണ്ട്. അത് എഫറന്റ് ആർട്ടീരിയോൾ അവിടെ കിടക്കട്ടെ. എന്നിട്ട് അതിന് ചുറ്റും ഞാൻ വരയ്ക്കാൻ പോകുന്നത് ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. അയ്യോ, കപ്പ് ലൈക്ക് സ്ട്രക്ചർ. നമ്മൾ ഇങ്ങനെ വരച്ചു പഠിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ചുമ്മാ ഡയഗ്രം നോക്കി വായിക്കുന്ന ഡയഗ്രം വരയ്ക്കാൻ മോശമാണെങ്കിൽ കൂടെ സാധനങ്ങൾ വരച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. അത് ചെന്ന് ചേരുന്നത് കണക്ടിങ് ഡക്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗൈസ്. ഇത് ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് എന്ന് പറയുന്നത് ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ്. കാപ്പിലറീസിന്റെ ഒരു കൂട്ടമാണ്, ബ്ലഡ് വെസൽസിന്റെ ഒരു കൂട്ടമാണ്. അത് ഫോം ചെയ്യുന്നത് എഫറന്റ് ആർട്ടീരിയോളിൽ നിന്നാണ്. ഇതാണ് എഫറന്റ് ആർട്ടീരിയോൾ. സോ നെഫ്രോണിലോട്ട് ബ്ലഡ് കൊണ്ടുവന്ന് കൊടുക്കുന്നത്, അതായത് ഗ്ലോമറുലസ്. ഈ ഗ്ലോമറുലസ് ഫോം ചെയ്തിരിക്കുന്നത് അഫറന്റ് ആർട്ടീരിയോളിൽ നിന്നാണ് അല്ലെ. അപ്പോൾ ഇതിലേക്ക് ബ്ലഡ് വരുന്നത് ഈ അഫറന്റ് ആർട്ടീരിയോളിൽ കൂടെയാണ്. അതായത് നെഫ്രോണിലോട്ട് ബ്ലഡ് എത്തിച്ചേരുന്നത് അഫറന്റ് ആർട്ടീരിയോളിൽ കൂടെയാണ്. ആൻഡ് ഗ്ലോമറുലസിൽ നിന്നും ബ്ലഡ് ലീവ് ചെയ്യുന്നത് എഫറന്റ് ആർട്ടീരിയോൾ വഴിയാണ്. എഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, അപ്പൊ മനസ്സിലായോ? അഫറന്റ് ആർട്ടീരിയോൾ എന്താണ്, എഫറന്റ് ആർട്ടീരിയോൾ എന്താണ്? അഫറന്റ് ആർട്ടീരിയോളിൽ നിന്ന് ആണ് ഗ്ലോമറുലസ് ഫോം ചെയ്യുന്നത്. എന്നിട്ട് ഗ്ലോമറുലസിൽ നിന്ന് ബ്ലഡ് ലീവ് ചെയ്യുന്നുണ്ട്, അതായത് ഫിൽറ്റേർഡ് ബ്ലഡ് പോകുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് എഫറന്റ് ആർട്ടീരിയോൾ വഴിയാണ്. ഓക്കെ, സോ അഫറന്റ് ആർട്ടീരിയോൾ ആൻഡ് എഫറന്റ് ആർട്ടീരിയോൾ, ഗ്ലോമറുലസ്. മനസ്സിലായി?
അപ്പൊ ഗ്ലോമർലെസ് കഴിഞ്ഞു. അടുത്ത പോർഷൻ എന്താണ്? റീനൽ ട്യൂബ്യൂൾ ആണ് അല്ലെ? റീനൽ ട്യൂബ്യൂൾ. അപ്പൊ ഈ വരച്ചിരിക്കുന്ന യെല്ലോ കളറിൽ വരച്ചിരിക്കുന്ന പോർഷൻസ് മുഴുവൻ എന്താണ്? റീനൽ ട്യൂബ്യൂൾ ആണ്. റീനൽ ട്യൂബ്യൂളിന്റെ പല പോർഷൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ബോമാൻസ് ക്യാപ്സ്യൂൾ. റീനൽ ട്യൂബിളിന്റെ ഫസ്റ്റ് പോർഷൻ ആണ് കപ്പ് ലൈക്ക് പോർഷൻ, കപ്പ് ലൈക്ക് സ്ട്രക്ചർ എൻക്ലോസിംഗ് ദ ഗ്ലോമർലെസ്. ഗ്ലോമർലെസിനെ കവർ ചെയ്തുകൊണ്ട് ഇരിക്കുന്ന കപ്പ് ലൈക്ക് സ്ട്രക്ചർ ആണ്, റീനൽ ട്യൂബിളിന്റെ കപ്പ് ലൈക്ക് പോർഷൻ ആണ് ബോമാൻസ് ക്യാപ്സ്യൂൾ. അടുത്തത് പി സി ടി ആണ്. ഇതാ ഇത്രയും പോർഷൻ ആണ് പി സി ടി. എന്താണ് പി സി ടി എന്ന് പറഞ്ഞാൽ? പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഞാൻ എഴുതുന്നില്ല. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ റീനൽ ട്യൂബ്യൂളിന്റെ ഹൈലി കോയിൽഡ് റീജിയൻ ആണ്. ഹൈലി കോയിൽഡ് പാർട്ട് ഓഫ് ദ ട്യൂബുലാർ റീജിയൻ, അതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഓക്കെ, അത് ഫോളോ ചെയ്ത് വരുന്നത് ഹെൻലീസ് ലൂപ്പ് ആണ്. ഹെൻലീസ് ലൂപ്പ്, ഇതാണ് ഹെൻലീസ് ലൂപ്പ്. ഇത് ഇത്രയും പോർഷൻ, ഇതാണ് ഹെൻലീസ് ലൂപ്പ്. ഇതിനൊരു ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, അതേപോലെ അസെൻഡിങ് ലിംബും ഉണ്ട്. അപ്പൊ ഹെൻലീസ് ലൂപ്പ് എന്ന് പറയുന്നത് യു ഷേപ്ഡ് റീജിയൻ ആണ്. യു ഷേപ്ഡ് റീജിയൻ, അതിനൊരു ഡിസെൻഡിങ് ലിംബ് ഉണ്ട്, അതുപോലെ ascending limb ഉണ്ട്. So this is what? Descending limb. Descending limb. ഇതെന്താണ്? ascending limb. മുകളിലേക്ക് പോകുന്നു അല്ലേ? ascending limb. ഓക്കെ, ആൻഡ് ഈ പോർഷൻ ഇതിനെ നമ്മൾ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ എന്ന് പറയും. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഇതും ഹൈലി കോയിൽഡ് റീജിയൻ ആണ്. കോയിൽഡ് റീജിയൻ ഓഫ് ട്യൂബ്യൂൾ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. ഇത് പ്രോക്സിമൽ, ഇത് ഡിസ്റ്റൽ. ഓക്കെ, അത് ചെന്ന് ഓപ്പൺ ചെയ്യുന്നത് കളക്ടിങ് ഡക്റ്റിലോട്ടാണ്. അപ്പൊ ഇതെന്താണ്? കളക്ടിങ് ഡക്ട്. കളക്ടിങ് ഡക്ട്. ദ ഡി സി ടി ഓഫ് ഡിഫറെന്റ് നെഫ്രോൺസ്, കുറെ നെഫ്രോൺസിന്റെ ഡി സി ടി ഓപ്പൺ ചെയ്യുന്നത് ഇതുപോലെയുള്ള ഒരു കളക്ടിങ് ഡക്റ്റിലോട്ടായിരിക്കും. ആൻഡ് അപ്പൊ യൂറിന്റെ ഈ ട്രാൻസ്പോർട്ട് എങ്ങനെയായിരിക്കും? ഇവിടുന്ന് ഇങ്ങനെയായിരിക്കും യൂറിൻ ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഡിസെൻഡിങ് ലിംബിലൂടെ വന്ന് അസെൻഡിങ് ലിംബിലൂടെ പോയിട്ട് ഫൈനലി അത് എവിടെ എത്തും? കളക്ടിങ് ഡക്റ്റിലെത്തും. അത് പിന്നെ റീനൽ പെൽവിസിലോട്ട് പോകും. അവിടെ നിന്ന് യൂറിറ്റർ വഴി, യൂറിനറി ബ്ലാഡർ വഴി, യൂറിത്ര വഴി പുറത്തേക്ക്. അപ്പൊ ഇതാണ് നെഫ്രോണിന്റെ സ്ട്രക്ചർ. അതിന്റെ ഓരോ പാർട്സും ഞാൻ പറഞ്ഞു. ഗ്ലോമർലെസ് ആണ് ഫസ്റ്റ് പോർഷൻ. രണ്ടാമത്തെ പോർഷൻ റീനൽ ട്യൂബ്യൂൾ ആണ്. റീനൽ ട്യൂബ്യൂളിന്റെ ഡിഫറെന്റ് പാർട്സ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് ഓരോന്നും. ബോമാൻസ് ക്യാപ്സ്യൂൾ, പി സി ടി, പിന്നെ ഹെൻലീസ് ലൂപ്പ്, യു ഷേപ്ഡ് സ്ട്രക്ചർ, അതിൽ ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും, ദെൻ ഡി സി ടി, കളക്ടിങ് ഡക്ട്. ഇനി വേറൊരു ടേമും കൂടെ പഠിക്കാനുണ്ട്, മാൽഫീജിയൻ ബോഡി. മാൽഫീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. റീനൽ കോർപ്പസൽ എന്ന് പറഞ്ഞാല് ഈ ഗ്ലോമർലെസും ബോമാൻസ് ക്യാപ്സ്യൂളും കൂടെ ഉൾപ്പെടുന്ന ഭാഗം. ഇത്രയും പോർഷനെയാണ് നമ്മൾ വേറെ കളറിൽ ഇത്രയും പോർഷനെയാണ് നമ്മൾ മാൽഫീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ എന്ന് പറയുന്നത്. സോ മാൽഫീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ എന്ന് പറഞ്ഞാൽ ഗ്ലോമർലെസ് പ്ലസ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ. അപ്പൊ ഓരോ നോക്കിക്കോ. ഗ്ലോമർലെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടഫ്റ്റ് ഓഫ് കാപ്പിലറീസ് ഫോംഡ് ബൈ ദ അഫറന്റ് ആർട്ടീരിയോൾ. അഫറന്റ് ആർട്ടീരിയോളിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയുന്നത് റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് ആണ്. ഇതാണ് അഫറന്റ് ആർട്ടീരിയോൾ അല്ലേ? അത് റീനൽ ആർട്ടറിയുടെ ഒരു ബ്രാഞ്ച് ആണ്. ആൻഡ് ബ്ലഡ് ഫ്രം ദ ഗ്ലോമർലെസ് ഈസ് ക്യാരിഡ് അവേ ബൈ ആൻ എഫറന്റ് ആർട്ടീരിയോൾ. ഗ്ലോമർലെസിൽ നിന്നും ബ്ലഡ് ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നതാണ് എഫറന്റ് ആർട്ടീരിയോൾ. അടുത്തത് ബോമാൻസ് ക്യാപ്സ്യൂൾ അല്ലെ? റീനൽ ട്യൂബ്യൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബോമാൻസ് ക്യാപ്സ്യൂൾ ആണ്. ഡബിൾ വോൾഡ് കപ്പ് ഷേപ്പ് സ്ട്രക്ചർ ആണ്. ഡബിൾ വോൾഡ് കപ്പ് ലൈക്ക് സ്ട്രക്ചർ, ദാറ്റ് ഈസ് കോൾഡ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ദിസ് ഇസ് ബോമാൻസ് ക്യാപ്സ്യൂൾ എൻക്ലോസസ് ദ ഗ്ലോമർലെസ്. അത് ഗ്ലോമർലെസിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് റീനൽ കോർപ്പസൽ ഓർ മാൽഫീജിയൻ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോമർലെസ് പ്ലസ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ഈ റീജിയൻ ഇതാണ് മാൽഫീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. ഇത്രയുമാണ് അല്ലേ? അതെന്താണ്? ഗ്ലോമർലെസ് പ്ലസ് ബോമാൻസ് ക്യാപ്സ്യൂൾ. ബോമാൻസ് ക്യാപ്സ്യൂൾ. ഓക്കെ, നെക്സ്റ്റ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ട്യൂബ്യൂളിന്റെ കോയിൽഡ് റീജിയൻ അല്ലെ? ഇതാണ് പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ഹൈലി കോയിൽഡ് നെറ്റ്വർക്ക് ഓഫ് റീനൽ ട്യൂബ്യൂൾ. അത് കഴിഞ്ഞ് വരുന്ന ഒരു ഹെയർ പിൻ ഷേപ്ഡ് സ്ട്രക്ചർ ആണ്, അല്ലെങ്കിൽ യു ഷേപ്ഡ് സ്ട്രക്ചർ അല്ലെ?
അതിനെ നമ്മൾ ലൂപ്പ് ഓഫ് ഹെൻലി ഓർ ഹെൻലീസ് ലൂപ്പ് എന്ന് പറയും, വിച്ച് ഹാസ് എ ഡിസെൻഡിങ് ലിംബ് ആൻഡ് അസെൻഡിങ് ലിംബ്. ഏതാണ് ഡിസെൻഡിങ് ലിംബും അസെൻഡിങ് ലിംബും? ഇത് ഡിസെൻഡിങ് ലിംബ്, ഇത് അസെൻഡിങ് ലിംബ്. ഓക്കെ, അടുത്തത് DCT ഓർ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബിൾ. ഇതും ഹൈലി കോയിൽഡ് ട്യൂബുലാർ റീജിയൻ ആണ് അല്ലെ, ഹൈലി കോയിൽഡ് ട്യൂബുലാർ റീജിയൻ ഫോളോയിങ് ദ അസെൻഡിങ് ലിംബ്. അടുത്തത് കളക്ടിങ് ഡക്ട് ആണ്. ഇതാണ് കളക്ടിങ് ഡക്ട്. ദ DCT ഓഫ് മെനി നെഫ്രോൺസ് ഓപ്പൺ ടു എ straight tube called collecting duct, many of which converge and open into the renal pelvis. ഇത് renal pelvis ലോട്ടാണ് തുറക്കുന്നത് ഈ കളക്ടിങ് ഡക്ട് ത്രൂ മെഡുലറി പിരമിഡ്സ് ഇൻ ദ കാലിസസ്. റീനൽ പെൽവിസിൽ നിന്ന് അത് യൂറിറ്ററി ക്യാരി ചെയ്തുകൊണ്ട് പൊക്കോളും. യൂറിൻ ക്യാരി ചെയ്തുകൊണ്ട് പൊക്കോളും കേട്ടോ. കളക്ടിങ് ഡക്റ്റിൽ നിന്ന് വരുന്ന യൂറിറ്ററി ക്യാരി ചെയ്തുകൊണ്ട് യൂറിനറി ബ്ലാഡറിൽ എത്തിച്ചോളും. എന്നിട്ട് അതുവഴി പുറത്തേക്ക് അത് എക്സ്പെൽ ചെയ്തോളും. യെസ്, സോ ഓൾ ദീസ് പാർട്സ് ആർ ക്ലിയർ. ഇതിൽ ഒരു കാര്യം മാത്രം നമ്മൾ വിട്ടുപോയിട്ടുള്ളൂ, അത് ഈ കാപ്പിലറി നെറ്റ്വർക്ക് ആണ്. കണ്ട, ഈ ലൂപ്പ് ഓഫ് ഹെൻലീസ് ലൂപ്പിന് ചുറ്റും കാണുന്ന കാപ്പിലറി നെറ്റ്വർക്ക്, ഇതിനെ നമ്മൾ വാസാറെക്റ്റ എന്ന് വിളിക്കും. വാസാറെക്റ്റ. ദിസ് ഇസ് വാസാറെക്റ്റ. വാസാറെക്റ്റ. ഈ എഫറന്റ് ആർട്ടീരിയോൾ ഇല്ലേ, ഇവിടെ നിന്ന് വരുന്ന ആർട്ടീരിയോൾ, അതിന് വീണ്ടും മൈന്യൂട്ട് ബ്രാഞ്ചസ് വരുന്നുണ്ട്, പല പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. അത് വീണ്ടും ചെറിയ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് ട്യൂബ്യൂളിനെ സറൗണ്ട് ചെയ്യുന്നു. നമ്മുടെ നെഫ്രോണിന്റെ ട്യൂബ്യൂളിനെ സറൗണ്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ അതിനെ നമ്മൾ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കും. പെരി ട്യൂബുലാർ കാപ്പിലറീസ്. വേറെ കളറെ, ഇതിനെ നമ്മൾ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കും. പെരി ട്യൂബുലാർ കാപ്പിലറീസ്. എന്താണ് പെരി ട്യൂബുലാർ കാപ്പിലറീസ്? എഫറന്റ് ആർട്ടീരിയോളിന്റെ ഫൈൻ ബ്രാഞ്ചസ് അല്ലെ, സ്മോൾ ബ്രാഞ്ചസ് സറൗണ്ടിങ് ദ നെഫ്രോൺ ട്യൂബ്യൂൾ, അതിനാണ് നമ്മൾ പെരി ട്യൂബുലാർ കാപ്പിലറീസ് എന്ന് വിളിക്കുന്നത്. അത് ഹെല്ലീസ് ലൂപ്പിന്റെ അവിടെ എത്തുമ്പോഴാണ് എന്തെന്നറിയപ്പെടുന്നത്? വാസാറെക്റ്റ. ഹെല്ലീസ് ലൂപ്പിന്റെ അവിടെ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ വാസാറെക്റ്റ എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെഫ്രോണിന്റെ പാർട്സ് മനസ്സിലാക്കി. ഇനി ഈ നെഫ്രോൺസ് എങ്ങനെയാണ് കിഡ്നിയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നോക്കൂ. ഈ നെഫ്രോണിന്റെ കുറെ പോർഷൻസ് കോർട്ടെക്സിലും കുറെ പോർഷൻസ് മെഡുലയിലുമായിട്ടാണ് കിടക്കുന്നത്. ഏതൊക്കെ പോർഷൻസ് ആണ് കോർട്ടെക്സിൽ കിടക്കുന്നത്, ഏതൊക്കെയാണ് മെഡുലയിൽ കിടക്കുന്നതെന്ന് ഈ ഡയഗ്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. നെഫ്രോണിന്റെ ഗ്ലോമർലെസ് റീജിയൻ, ബോമാൻസ് ക്യാപ്സ്യൂൾ, PCT, DCT ആൻഡ് കളക്ടിങ് ഡക്റ്റിന്റെ മെജോറിറ്റി പോർഷനും എവിടെയാണ് കിടക്കുന്നത്? കോർട്ടെക്സിലാണ് കിടക്കുന്നത്. സോ ഗ്ലോമർലെസ്സും PCTയും DCTയും ഒക്കെ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? കോർട്ടെക്സിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി എന്താണ് മെഡുലയിലേക്ക് പോകുന്നത്? എന്താണ് മെഡുലയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? നെഫ്രോണിന്റെ ലൂപ്പ് ഓഫ് ഹെൻലി അല്ലെ. ലൂപ്പ് ഓഫ് ഹെൻലി മെഡുലയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. അതേപോലെ കളക്ടിങ് ഡക്റ്റും മെഡുലയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽപ്പുണ്ട്. ഇവിടെ നിങ്ങൾ ക്യാച്ച് ചെയ്യേണ്ട ഒരു ഐഡിയ ഉണ്ട്. എന്താണ്? നെഫ്രോണിന്റെ ലൂപ്പ് ഓഫ് ഹെൻലീസ് ലൂപ്പ് മെഡുലയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്താണ് കിടക്കുന്നത്. അങ്ങനെയാകുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് നെഫ്രോൺസ് ഉണ്ട്, കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. കോർട്ടിക്കൽ നെഫ്രോൺസ് ആൻഡ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് രണ്ടുപേരെ ഒന്ന് കമ്പയർ ചെയ്തു. കോർട്ടിക്കൽ നെഫ്രോൺസ് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഗ്ലോമറുലസ് ഇസ് ലൊക്കേറ്റഡ് മോർ ടുവേർഡ്സ് ദ ഔട്ടർ പാർട്ട് ഓഫ് ദ കോർട്ടെക്സ്. ഇതാണ് കോർട്ടെക്സ് റീജിയൻ അല്ലെ, ഇത് മെഡുലാർ റീജിയൻ. സോ കോർട്ടിക്കൽ നെഫ്രോൺസിൽ ഗ്ലോമറുലസ് എങ്ങോട്ടാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? കോർട്ടെക്സിലോട്ട്, മോർ ടുവേർഡ്സ് ദ കോർട്ടെക്സ് അല്ലെ, മോർ ടുവേർഡ്സ് ദ ഔട്ടർ പാർട്ട് ഓഫ് ദ കോർട്ടെക്സ്. ലൂപ്പ് ഓഫ് ഹെൻലി, ഇതാണ് ഹെൻലീസ് ലൂപ്പ്, അത് ഷോർട്ട് ആയിരിക്കും. ലൂപ്പ് ഓഫ് ഹെൻലി ഈസ് ടു ഷോർട്ട് ആൻഡ് എക്സ്റ്റെൻഡ്സ് ഓൺലി എ വെരി ലിറ്റിൽ ഇൻ ടു ദ മെഡുല. അത് മെഡുലയിലോട്ട് കുറച്ചു മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നുള്ളൂ, ബിക്കോസ് ഇറ്റ് ഈസ് വെരി ഷോർട്ട്. മനസ്സിലായോ? ഓക്കെ, ആൻഡ് മെജോറിറ്റി ഓഫ് നെഫ്രോൺസ് ആർ ഓഫ് ദിസ് ടൈപ്പ്. ഒരു 85% ഓഫ് നെഫ്രോൺസും നമ്മുടെ കിഡ്നിയിലെ 85% ഓഫ് നെഫ്രോൺസും കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. എന്ന് പറഞ്ഞാൽ glomerulus more towards the outer part of the cortex, loop of Henle is very short and extends only very little into the medulla. Majority of nephrons are this type. എന്ന് പറഞ്ഞാൽ 85% കോർട്ടിക്കൽ നെഫ്രോൺസ് ആണ്. ഓക്കെ, ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസിൽ ഇതാണ് ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ്. എന്താണ് ഡിഫറൻസ്? ഇതില് ഗ്ലോമറുലസ് ഇരിക്കുന്നത് കോർട്ടെക്സിന്റെയും മെഡുലയുടെയും ജംഗ്ഷനിലായിട്ടായിരിക്കും. ഇതാണ് ഗ്ലോമറുലസ് അല്ലെ. Glomerulus is located near the junction of cortex and medulla. And ഇവരുടെ loop of Henle നോക്കിക്കേ, very long and extends deep into the medulla. Medulla regionിലോട്ട് ഡീപ്പ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കിടപ്പുണ്ട്, സിൻസ് ഇറ്റ് ഈസ് വെരി ലോങ്. അപ്പൊ അതാണ് കോർട്ടിക്കൽ നെഫ്രോൺസും ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസും തമ്മിലുള്ള ഡിഫറൻസ്. ഒന്നിന്റെ ലൂപ്പ് ഓഫ് ഹെൻലി വളരെ
ലോങ് ആണ്. ആരുടെ? ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിന്റെ അല്ലെ. സോ ഇറ്റ് എക്സ്റ്റെൻസ് ഡീപ് ഇൻ ടു ദ മെഡുല. ഇനി ഇവർ രണ്ടുപേരും തുറക്കുന്ന ഈ കളക്ടിങ് ഡക്ട് നോക്കിക്കോ. കോർട്ടിക്കൽ നെഫ്രോൺ ആണെങ്കിലും ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺ ആണെങ്കിലും ഒരു കളക്ടിങ് ഡക്റ്റിലോട്ട് തുറക്കുന്ന അല്ലെ. ഈ കളക്ടിങ് ഡക്ട് മെഡുലയിലേക്ക് ഡീപ്ലി പെനട്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ഡീപ്ലി എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് അത് റീനൽ പെൽവിസിലോട്ട് ഓപ്പൺ ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ യൂറിൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് റീനൽ പെൽവിസിലോട്ട് കിടക്കുന്നു, എന്നിട്ട് അത് യൂറിറ്ററിലോട്ട് പോകുന്നു, യൂറിറ്ററിൽ നിന്ന് യൂറിനറി ബ്ലാഡറിലോട്ട്, എന്നിട്ട് അത് യൂറിത്ര വഴി പുറത്തേക്ക് എക്സ്ക്രീറ്റ് ചെയ്യും. അങ്ങനെയാണല്ലോ. കണ്ടോ രണ്ടുപേരും നമ്മുടെ ഡിഫറൻസ്. വേറെ ഒരു ഡിഫറൻസ് കൂടെ പറയാനുണ്ട്. അത് നമ്മൾ വാസ റെക്ടനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ഈ വാസ റെക്ട ഹൈലി റെഡ്യൂസ്ഡ് ഓർ ആബ്സെന്റ്, അതും കൂടെ ചേർക്കണേ. ഹൈലി റെഡ്യൂസ്ഡ് ഓർ ആബ്സെന്റ് എന്ന് പറയും. ആരുടെ കേസിലാ? കോർട്ടിക്കൽ നെഫ്രോൺസിന്റെ കേസിൽ വാസ റെക്ട ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. ആൻഡ് ജക്സ്ട്രാ മെഡുലറി നെഫ്രോൺസിൽ വാസ റെക്ട കൃത്യമായിട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ വാസ റെക്ട ഹൈലി റെഡ്യൂസ്ഡ് ആയിരിക്കും, അല്ലെങ്കിൽ ആബ്സെന്റ് ആയിരിക്കും. ഇവിടെ വാസ റെക്ട ഉണ്ട്. വാസ റെക്ട എന്താണെന്ന് അറിയില്ലേ? ആ ബ്ലഡ് കാപ്പിലറി സറൗണ്ടിങ് ദ ലൂപ്പ് ഓഫ് ഫെൻലി അല്ലേ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂറിൻ ഫോർമേഷന്റെ സ്റ്റെപ്സ് ഡിസ്കസ് ചെയ്യാം. ബൈ ബൈ.